നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ രാഗം സഹാനയെ പറ്റി നമ്മൾ കേട്ടല്ലേ. അപ്പം ഇനി അടുത്തത് നമുക്ക് പന്തുവരാളി രാഗത്തെ പറ്റി കേട്ടാലോ. പന്തുവരാളി രാഗം എന്ന് പറയുന്നത് നമുക്ക് മായാമാളവ ഗൗഡരാഗം, അതായത് നമ്മൾ കർണാടിക് മ്യൂസിക് പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന എല്ലാ വരിശകളും മായാമാളവ ഗൗഡരാഗത്തിലാണ് പഠിക്കുന്നത്. അപ്പം അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ എങ്ങനെ വരും? ഷഡ്ജം, ശുദ്ധ ഋഷഭം, അന്തരകാന്താരം, ശുദ്ധ മധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം, കാകളി നിഷാദം. അപ്പോ ഈ മായാമാളവ ഗൗഡരാഗത്തിലെ പ്രതിമധ്യമം, അതായത് ശുദ്ധമധ്യമം മാറ്റിയിട്ട് അവിടെ പ്രതിമധ്യമം വെച്ചാൽ ഏത് രാഗമായി? പന്തുവരാളി രാഗമായി. അപ്പൊ എങ്ങനെ വരും? കണ്ടോ? വിജനസുരഭീവാടികളിൽ ആകലെയെവിടെ പോയി നീ? സജലമിഴികൾ തേടുകയായി ഹൃദയനാഥാവരും വിരഹമിതറിയാൻ മാധവം മലരുകൾ തൂകിയ ശയ്യയിൽ പ്രണയ നിവേദ്യമിതേൽക്കുവാൻ പ്രിയനു പരിഭവമോ തനനം തനനം തനനന. കേട്ടിട്ടില്ലേ ഈ പാട്ട്? അപ്പോൾ ഈ സോങ് ആണ് പന്തുവരാളി രാഗത്തിൽ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള. അപ്പോൾ ഈ ഒരു രാഗം, ഈ ഒരു പാട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഈ പാട്ടിൻ്റെ വിഷ്വൽസും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പാട്ടിന് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടിയെന്ന് ചോദിച്ചാൽ, ഈ പന്തുവരാളി രാഗം നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രതിമധ്യമത്തിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രാഗമാണ്. അതായത് സീരിയസ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഭയങ്കര വിഷമം ഉണ്ടാകുന്ന ചില സംഗതികൾ സിറ്റുവേഷൻസിലൊക്കെ യൂഷ്വലി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് മൂവീസിൽ യൂസ് ചെയ്യുന്ന ഒരു സോങ് ആണ്, അല്ലെങ്കിൽ ഒരു രാഗമാണ് പന്തുവരാളി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പാട്ടിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള രാഗത്തെ പിടിച്ച് അതിനകത്തേക്ക് പ്രണയത്തിൻ്റെ വിരഹം അങ്ങോട്ട് വെച്ചു കൊടുത്തു. ശരിക്കും പ്രണയമാണ് ആ സോങ്ങിൽ, വിരഹമാണ് പറയുന്നതെങ്കിലും ആ പ്രണയത്തിൻ്റെ തീവ്രതയിൽ നിന്ന് വരുന്ന വിരഹത്തിൻ്റെ ഭാവങ്ങളാണ് ആ പാട്ടിലേക്ക് ഈ സംഗീത സംവിധായകൻ. ഇതിൻ്റെ ലിറിക്സ് എഴുതിയിട്ടുള്ളത് റഫീഖ് അഹമ്മദ് സാറാണ്. ആ വരികൾക്ക് പന്തുവരാളി രാഗത്തിൽ അതിന് ഈണം നൽകിയിട്ടുള്ളത്, സംഗീത ജീവൻ കൊടുത്തിട്ടുള്ളത് രാഹുൽ രാജ് സാറാണ്. അപ്പോൾ അതായിരുന്നു ഈ ഒരു പാട്ടിൻ്റെ സ്പെഷ്യാലിറ്റി. ഈ മൂവിനേക്കാളും കൂടുതൽ ആഘോഷിക്കപ്പെട്ടത് പാട്ടാണ്. ഇപ്പോഴും ഭയങ്കര വ്യൂവേഴ്സ് ഉള്ള ഒരു സോങ് ആണ് യൂട്യൂബിൽ ഈ സോങ്. വിജനസുരഭീവാടികളിൽ, ആ ഒരു ഭാവം, വിജനസുരഭീവാടികളിൽ പ്രതിമധ്യമത്തിൻ്റെ ആ ഒരു ഭംഗിയാണ് അവിടെ കാണുന്നത്. കണ്ടോ? ഒരൊറ്റ സ്വരം മാറ്റി വെച്ചപ്പം ഈ മായാമാളവ ഗൗളയിൽ നിന്ന് പന്തുവരാളിയിലേക്കുള്ളൊരു സഞ്ചാരം കണ്ടോ? എന്ത് ഭംഗിയല്ലേ അത് കാണാൻ. അപ്പം ഇതാണ് പന്തുവരാളി രാഗം. അപ്പോൾ പന്തുവരാളി രാഗത്തിൽ ഞാൻ സംഗമയൻ ഭക്തി എന്ന തമിഴ് ലിറ്ററേച്ചറിൽ ഒരു പ്രസൻറ്റേഷൻ പഠിച്ചപ്പോഴാണ് കൂടുതൽ അതിനെപ്പറ്റി തിങ്ക് ചെയ്തതും അതിൻ്റെ രാഗഭാവത്തെ പറ്റി ചിന്തിച്ചതും ഈ ഒരു ഫിലിം സോങ്ങൊക്കെ എനിക്കൊന്ന് പ്രസൻറ്റ് ചെയ്യണമെന്ന് തോന്നിയതും. അപ്പോൾ ഈ ഒരു രാഗത്തിൽ ഈ പ്രസൻറ്റേഷൻ ഒന്ന് കേട്ടാലോ.
ദൂരെ